എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:05 നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്തു പറയും? എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, പല ദിവസവും പല കാര്യങ്ങളായിരിക്കുമെന്നായിരിക്കും അല്ലേ നിങ്ങളുടെ ഉത്തരം. പക്ഷെ ഇവിടെ നമ്മുടെ കഥാനായകന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:05 ഒരു വലിയ സംഭവം സംഭവിക്കുന്നു. അതിനുശേഷം അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും രസകരമായ സംഭവങ്ങളും പറഞ്ഞ ചിത്രമാണ് 2019 റിലീസായ ലവ്സ് സ്റ്റോപ്പേജ് ടൈം എന്ന ജാപ്പനീസ് സിനിമ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ തക്കേഷിയാണ്. തക്കേഷി ഒരു ടീനേജുകാരനാണ്. അവന് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നത് അതിയായ ആഗ്രഹമാണ്. അതിനുവേണ്ടി ഒരുപാട് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഫെയിലായി പോകുന്നു. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ വീണ്ടും അവന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി അവൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പതിവ് പോലെ ക്ലാസ്സിലിരിക്കുന്ന തക്കേഷി ഞെട്ടുന്ന ഒരു കാര്യമാണ് പിന്നീട് സംഭവിച്ചത്. ഉച്ചയ്ക്ക് 12:05 ക്ലോക്കിലായ ഉടനെ തന്നെ അവന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറടക്കം തക്കേഷി ഒഴികെയുള്ള എല്ലാ പിള്ളേരും അനങ്ങുന്നില്ല, ശ്വാസം പോലും വിടുന്നില്ല, കണ്ണിമ വെട്ടുന്നില്ല, ഒരു പ്രതിമ പോലെ ഇങ്ങനെ നിൽക്കാണ്. ആദ്യം തക്കേഷിക്ക് കാര്യം പിടികിട്ടിയില്ല. ഇവരെല്ലാരും കൂടി തന്നെ പറ്റിക്കുകയാണെന്നാണ് അവൻ കരുതിയത്. അവൻ ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാവരും സ്റ്റാച്ചു പോലെ നിൽക്കുന്നു. തക്കേഷി ബിൽഡിങ്ങിന് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ റോഡിലും ഇത് തന്നെ അവസ്ഥ. അവന് ആകെപ്പാട് വട്ട് പിടിക്കുന്ന പോലെ തോന്നുന്നു. അവൻ സൈക്കിളും കൊണ്ട് റോഡിലൂടെ പോവാണ്. റോഡിൽ കാണുന്നവരെല്ലാം അവര് സ്റ്റക്ക് ആവുന്ന സമയത്ത് എന്താണോ ചെയ്തോണ്ടിരുന്ന അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അവൻ അങ്ങനെ സൈക്കിൾ ഓടിച്ച് പാർക്കിലെത്തുമ്പോൾ വെള്ളം പോലും സ്റ്റക്കായി നിൽക്കുകയാണെന്ന് അവിടുത്തെ ഫൗണ്ടനിലെ വെള്ളം ഇങ്ങനെ ചിതറി നല്ല ഭംഗിയുള്ള വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറിച്ചു നിൽക്കുന്നത് കാണുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അവൻ പെട്ടെന്ന് ആ വെള്ളത്തുള്ളിയിൽ തൊടാൻ പോകുമ്പോൾ അത് അനങ്ങുകയും ഇവന്റെ ദേഹത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. തക്കേഷി അങ്ങനെ ആകെപ്പാടെ നനഞ്ഞു കുളിച്ച് നിൽക്കുമ്പോൾ ഒരു ചിരി അവൻ കേൾക്കുന്നു. നോക്കുമ്പോൾ ഒരു സുന്ദരി പെൺകുട്ടി. അവൾ അവനെ തന്നെ നോക്കി ചിരിക്കുകയാണ്. അതെ, അവന്റെ ചുറ്റുമുള്ള എല്ലാവരും നിശ്ചലമായി നിൽക്കുന്ന സമയം ആ പെൺകുട്ടിക്ക് മാത്രം അനങ്ങാൻ സാധിക്കുന്നുണ്ട്. അവൾ അവനെ നോക്കി ചിരിക്കുന്നു. ആരാണവൾ എന്നൊരു ചോദ്യം അവന്റെ ഉള്ളിൽ അവശേഷിക്കുന്നു. പക്ഷെ അവന് കൂടുതലൊന്നും അവളോട് മിണ്ടാൻ സാധിച്ചില്ല. കാരണം അടുത്ത നിമിഷം തന്നെ ഫ്രീസ് ആയ ടൈം റീസ്റ്റാർട്ട് ആവുകയും തക്കേഷി നേരെ അവന്റെ ക്ലാസ്സിൽ വന്നിരിക്കുകയും ചെയ്യുന്നു. തക്കേഷിക്ക് ഇതൊരു സ്വപ്നമായിരുന്നോ അതോ റിയലായി സംഭവിച്ചതാണോ എന്ന് പിടികിട്ടിയില്ല. അവൻ പെട്ടെന്ന് ദേഹത്തെല്ലാം തൊട്ടു നോക്കുന്നു. നേരത്തെ വസ്ത്രമൊക്കെ നനഞ്ഞിരുന്നല്ലോ, ഇല്ല, ഇപ്പൊ വസ്ത്രമൊക്കെ ഉണങ്ങിയിരിക്കുകയാണ്. അവന്റെ ചുറ്റിനുമുള്ളവർ ഇപ്പോൾ അനങ്ങുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതായിട്ട് തോന്നുന്നേ ഇല്ല. ഒന്നും മനസ്സിലാവാതെയുള്ള തക്കേഷിയുടെ ഇരിപ്പ് കണ്ട് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ? എവിടം കൊണ്ടാണ് ടൈം സ്റ്റോപ്പ് ആയത് അവിടം കൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. തക്കേഷി ആകെപ്പാടെ കൺഫ്യൂഷനിലാവുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് താമസ സ്ഥലത്ത് എത്തിയിട്ടും അവന്റെ ഉള്ളിൽ നിന്ന് മുന്നേ ഉണ്ടായ ആ ഒരു സംഭവം മാറുന്നേയില്ല. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം തക്കാഷി ലൈബ്രറിയിൽ നിൽക്കാണ്. ഒരു ബുക്ക് എടുത്ത് തിരിയുന്ന സമയം ഓപ്പോസിറ്റ് വന്ന പയ്യനെ അവൻ അറിയാതെ ഇടിക്കുന്നു. ആ പയ്യന്റെ കയ്യിൽ നിന്ന് ബുക്ക് തെറിച്ച് താഴെ വീഴാൻ പോകുന്നുണ്ടെങ്കിലും വീഴാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ടൈം ഫ്രീസായി എന്ന് തക്കാഷി മനസ്സിലാക്കുന്നത്. അവൻ സമയം നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ അതേ സമയം 12:05. അവൻ രണ്ടാമതൊന്ന് ചിന്തിച്ച് സമയം കളയാതെ വേഗം സൈക്കിൾ എടുത്ത് ആ പാർക്കിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ആ പാർക്കിൽ കണ്ട പെൺകുട്ടിയെ കാണാൻ പറ്റിയാലോ എന്ന ആഗ്രഹത്തോടെയാണ് പോകുന്നതെങ്കിലും ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പെൺകുട്ടിയെ ആ പാർക്കിൽ എവിടെയും അവന് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം കാണുന്ന സമയത്ത് ആ പെൺകുട്ടി ധരിച്ചിരുന്ന യൂണിഫോമിന്റെ കാര്യം ഓർക്കുന്ന അവൻ ആ യൂണിഫോം ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പിപ്പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ സ്കൂളിൽ എത്തുന്ന സമയം അവിടെ എല്ലാം ഓടി നടന്ന് തക്കേഷി ആ പെൺകുട്ടിയെ തിരക്കാണ്. ആളുകൾ ഫ്രീസായി നിൽക്കുന്നു. പക്ഷെ എവിടെയും അവളെ കണ്ടെത്താൻ സാധിച്ചില്ല. അവൾ എവിടെ പോയി കാണുമെന്ന് അവൻ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ബിൽഡിങ്ങിന്റെ വെളിയിലെ ലോൺ ഏരിയയിൽ ആ പെൺകുട്ടി കിടക്കുന്നത് അവൻ കാണുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും അവൾ അനങ്ങാതെ അതേ കിടപ്പ് കിടക്കാണ്. ദൈവമേ, ഇവളും ഫ്രീസായോ എന്ന മട്ടിൽ അവൻ അവളുടെ കവിളിൽ പതിയെ തൊടുമ്പോൾ അവള് ഞെട്ടി ഉണരുന്നു. തന്നെ ഉപദ്രവിക്കാൻ വന്ന ആളാണ് ഇവനെന്ന് കരുതി അവൻ അടിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് തക്കേഷിക്ക് മനസ്സിലാവുന്നത് ഇവള് ഫ്രീസായതല്ല, ഉറങ്ങിപ്പോയതാണെന്ന്. അങ്ങനെ ഇവര് സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഇവർക്ക് രണ്ടുപേർക്കും 12:05 ആകുമ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ടൈം ഫ്രീസ് ആകും. 1 മണിക്കൂറോളമാണ് അത് നീണ്ടു നിൽക്കുക. ആ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ മിണ്ടാനും അനങ്ങാനും ഒക്കെ സാധിക്കും. ചുറ്റിനുമുള്ള എല്ലാവരും ഫ്രീസായി നിൽക്കുകയായിരിക്കും. അങ്ങനെ ആ 1 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം നോർമലാകും. ഇവരും ഒന്നും അറിയാത്ത ആളുകളുടെ ഇടയിൽ പഴയ പോലെ ചെന്നിരിക്കും. എന്തായാലും ഇന്നിനി 1 മണിക്കൂർ തള്ളി നീക്കണ്ടെന്ന് കരുതി രണ്ടുപേരും ഓരോന്നും സംസാരിച്ച് മുന്നോട്ട് നടക്കുന്നു. ഈ പെൺകുട്ടിയുടെ പേര് ഷിനോമിയ എന്നാണ്. തക്കേഷിക്ക് ഇവിടെ കണ്ടപാടെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ റോഡിലൂടെ സംസാരിച്ച് നടക്കുന്ന സമയത്താണ് ഷിനോമിയ ആ ഒരു കാഴ്ച കാണുന്നത്. റോഡിലുള്ള ഒരു ട്രക്കിൽ ഡ്രൈവർ ഉറങ്ങുകയാണ്. അതായത് ടൈം ഫ്രീസ് ആവുന്നതിന് തൊട്ട് മുന്നേ അയാള് ഡ്രൈവിംഗിന്റെ ഇടയിൽ തന്നെ ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
ഇപ്പോഴും ഉറങ്ങുന്നത്. ഇതേ സമയം ആ ട്രക്കിന് നേരെയുള്ള റോഡിൽ അല്പം മാറി ഒരു സീബ്ര ക്രോസ് ഉണ്ട്. ആ ക്രോസിലൂടെ കുറച്ച് പേര് റോഡ് ക്രോസ് ചെയ്യുന്നു. അതിൽ കൊച്ചുകുട്ടികളാണ് ഏറെയും. ടൈം വീണ്ടും സ്റ്റാർട്ട് ആകുന്ന സമയം ഈ ട്രക്ക് ഡ്രൈവർ ഉറങ്ങിക്കൊണ്ട് ട്രക്ക് ഓടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നവരെ ചെന്നിടിക്കുമെന്ന് ടക്കേഷിക്കും ഷിനോമിയയ്ക്കും മനസ്സിലാകുന്നു. ഇവര് രണ്ടുപേരും ട്രക്ക് ഡ്രൈവറിനെ ഉണർത്താൻ നോക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ടക്കേഷി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആ വണ്ടിയിൽ നിന്ന് ആ ഡ്രൈവറിന്റെ നമ്പർ കണ്ടെത്തുകയും അത് നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴേക്കും 1 മണിക്കൂർ കഴിഞ്ഞ് ടൈം അൺഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. ടൈം അൺഫ്രീസ് ആയ ഉടനെ ടക്കേഷി പഴയ പോലെ അവന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണുള്ളത്. അവൻ വളരെ ധൃതിയിൽ ആ ഒരു ട്രക്ക് നിർത്തിയിട്ടിരുന്ന റോഡിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്നു. അവൻ അതിന്റെ ഇടയിൽ ആ ഡ്രൈവറിനെ കോൺടാക്ട് ചെയ്യാനും ഇൻഫോം ചെയ്യാനും മറന്നില്ല. അങ്ങനെ അവൻ ഓടിപ്പടച്ച് ആ ഒരു ട്രക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഭാഗ്യവശാൽ സംഭവിക്കാനിരുന്ന വലിയൊരു അപകടം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ടക്കേഷി സംയോജിതമായി ഇടപെട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് സിനോമിയയ്ക്കും മനസ്സിലായി. അവൾക്ക് ടക്കേഷിയോട് വല്ലാത്തൊരു ഇംപ്രഷൻ തോന്നുന്നു. അങ്ങനെ അന്ന് പിരിയുന്നതിന് മുന്നേ അടുത്ത ദിവസവും കണ്ടുമുട്ടാമെന്ന പ്രോമിസ് നൽകിയാണ് രണ്ടുപേരും പിരിയുന്നത്. അടുത്ത ദിവസവും കൃത്യം ഉച്ചയ്ക്ക് 12:05 ടൈം ഫ്രീസ് ആകുമ്പോൾ പാർക്കിൽ വന്ന് ഇരുന്ന ഒരു പടം വരയ്ക്കുകയാണ് സിനോമിയ. ആ സമയം അവിടേക്ക് സൈക്കിളിൽ ടക്കേഷി വരുന്നു. ഈ പടം വരെയൊക്കെ നമുക്ക് ടൈം ഫ്രീസ് ആവാത്ത സമയത്തും ചെയ്യാൻ സാധിക്കുന്നതല്ലേ, ഇപ്പൊ വേറെ വല്ലതും ചെയ്തൂടെ, വാ നമുക്കൊരു റൈഡിന് പോകാമെന്നും പറഞ്ഞ് അവന്റെ സൈക്കിളിൽ അവളെയും കൂട്ടി ഒരു റൈഡിന് പോകുന്നു. അങ്ങനെ അന്നത്തെ ദിവസവും ആ 1 മണിക്കൂർ അവർ ഒന്നിച്ച് സന്തോഷത്തിൽ ചിലവഴിക്കുന്നു. ടക്കേഷിക്ക് സിനോമിയയുടെ കൂടെ കുറച്ചു നേരം കൂടി ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും ഇരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും അത് അവളോട് പറയാൻ മടിയാണ്. ടക്കേഷി മനസ്സിൽ കണ്ടത് സിനോമിയ മാനത്ത് കണ്ടുവെന്ന് തോന്നുന്നു. അടുത്ത ദിവസം നമുക്ക് ഡേറ്റിന് പോയാലോ എന്ന് അവള് ചോദിക്കുമ്പോൾ സമ്മതിക്കാൻ രണ്ടാമതൊന്ന് ടക്കേഷിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ടക്കേഷി എന്ന് വീട്ടിൽ ചെന്ന് അടുത്ത ദിവസം സിനോമിയയ്ക്ക് കഴിക്കാൻ കൊടുക്കാനായി അവന്റേതായ ചില മാസ്റ്റർ പീസ് ഐറ്റംസ് തയ്യാറാക്കുമായിരുന്നു കിച്ചണിൽ നിന്ന്. ആ സമയം ടക്കേഷിയുടെ അച്ഛൻ വരുന്നു. ഇവർക്കിടയിൽ സംസാരം നടക്കുന്നു, മുഷിയുന്നു. ടക്കേഷിയുടെ അമ്മ മരിക്കുന്ന സമയം അച്ഛന് ചില തിരക്കുകൾ മൂലം എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം പറഞ്ഞ് ഇപ്പോൾ ഇവർക്കിടയിൽ വാക്കേറ്റമുണ്ടാകുന്നു. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസം പറഞ്ഞുറപ്പിച്ച പോലെ ഷിനോമിയും ടക്കേഷിയും കണ്ടുമുട്ടുന്നു. ടക്കേഷി അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആഹാരം ഷിനോമിയയ്ക്ക് കൊടുക്കുമ്പോൾ ആദ്യം അവളത് കഴിക്കാൻ മടിക്കുന്നുണ്ട്. പക്ഷെ അവൻ നിർബന്ധിച്ച് അത് കഴിപ്പിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടണമെന്നത് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെങ്കിലും താനിപ്പോൾ അത് ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് ടക്കേഷി പറയുന്നു. ഷിനോമിയ അവനെ ലക്ഷ്യമില്ലാത്തവൻ മടിയൻ എന്നെല്ലാം അത് കേട്ട് വിളിക്കുന്ന സമയം ടക്കേഷിക്ക് ദേഷ്യം വരുന്നു. അവൻ എഴുന്നേറ്റ് പോകുന്നു. ഷിനോമിയ അവന്റെ പുറകിന് ചെന്ന് തടയാൻ നോക്കുമ്പോൾ അവൻ അറിയാതെ അവളെ തട്ടി താഴെയിടുന്നു. താഴെ വീണ സിനോമിയ വളരെ വിഷമത്തിൽ ടക്കേഷിയെ നോക്കുന്നു. ടക്കേഷി താൻ അറിയാതെ ചെയ്തതാണല്ലോ എന്ന മട്ടിൽ വിഷമിച്ച് അവളെ ഉയർത്താനായി ശ്രമിക്കുന്ന സമയത്താണ് ടൈം വീണ്ടും സ്റ്റാർട്ടാകുന്നത്. അങ്ങനെ രണ്ടുപേരും തിരികെ സെപ്പറേറ്റഡ് ആയി പോകുന്നു. നമ്മൾ പിന്നീട് കാണുന്നത് അസാമി എന്ന ഒരു ഡോക്ടറിനെയാണ്. ഈ ഡോക്ടറിന്റെ ഭാര്യയായ അന്ന ഒരു പേഷ്യന്റ് ആണ്. അസാമി തന്നെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് അന്ന അഡ്മിറ്റഡ് ആയിട്ടുള്ളത്. ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന താൻ തന്റെ ഹസ്ബൻഡിന് ഒരു ഭാരമാണോ എന്ന ചിന്ത എപ്പോഴും അന്നയുടെ ഉള്ളിലുണ്ട്. എന്നെ ഇവിടെ നിന്ന് വിട്ടേക്കും, ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം, ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നെല്ലാം എപ്പോഴും അന്ന അസാമിയോട് പറയും. പക്ഷെ അസാമി തന്റെ ഭാര്യ പറയുന്നത് ഉൾക്കൊള്ളില്ല. അവൾ എപ്പോഴും തന്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹസ്ബൻഡാണ് അസാമി. ഇതേ സമയം അടുത്ത ദിവസം വീണ്ടും ഉച്ചയ്ക്ക് 12:05 ആകുമ്പോഴേക്കും ടൈം ഫ്രീസ് ആകുന്നു. ടക്കേഷി അവന്റെ വീട്ടിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. ടൈം ഫ്രീസ് ആയ ഉടനെ അവൻ സൈക്കിൾ എടുത്ത് പാർക്കിലേക്ക് ചെല്ലുന്നു. കഴിഞ്ഞ ദിവസം വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നല്ലോ സിനോമിയയുമായി ടക്കേഷിക്ക് പിരിയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആവലാതിയോടെയാണ് അവളെ കാണാനായി ചെല്ലുന്നത്. എന്തായാലും ഇവനെ കാത്ത് സിനോമിയ ആ പാർക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. രണ്ടുപേരും മിണ്ടി പിണക്കങ്ങളൊക്കെ മറക്കുന്നു. താൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിച്ച് അഡ്മിഷൻ നേടുമെന്ന് സിനോമിയയ്ക്ക് ടക്കേഷി വാക്ക് കൊടുക്കുന്നു. അങ്ങനെ അവർ സൈക്കിൾ റൈഡിന് പോകുന്നു. പിന്നീട് ഒരു പാർക്കിൽ ഇരിക്കുന്ന സമയം സിനോമിയ ലൈറ്റായി ഉറങ്ങുന്നു. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അവളെ കിസ് ചെയ്യാനായി ടക്കേഷി ശ്രമിക്കുന്ന സമയം ടൈം വീണ്ടും ഓടിത്തുടങ്ങുന്നു. അവൻ തിരിച്ചവന്റെ റൂമിലേക്ക് എത്തുന്നു. ഷെടാ, ഒരിത്തിരി നേരം കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ ഒരു കിസ് അടിക്കാൻ സാധിച്ചേനെ എന്ന മട്ടിൽ അവൻ നിരാശനായി ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം സിനോമിയ വളരെ സുന്ദരിയായി ഡ്രസ്സൊക്കെ ധരിച്ച് ടക്കേഷിയുടെ വീട്ടിലേക്ക് വരുന്നു. ടക്കേഷി അവളെ കണ്ട് സ്റ്റക്കായിരിക്കുകയാണ്. കാരണം പൊതുവെ അവൻ ഇവളെ കാണുമ്പോഴെല്ലാം സ്കൂൾ യൂണിഫോമിലായിരുന്നല്ലോ സിനോമിയ ഉണ്ടായിരുന്നത്. ഇന്നതേ നല്ല മനോഹരമായി അണിഞ്ഞൊരുങ്ങി അവൾ വന്നിരിക്കുന്നു. അവൻ എന്ത് പറയണമെന്നറിയില്ല. എന്തായാലും വീട്ടിൽ വന്ന സിനോമിയയ്ക്ക് വേണ്ടി ടക്കേഷി നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു. രണ്ടുപേരും അതിരുന്ന് കഴിക്കുകയാണ്. ആ സമയം ടക്കേഷിക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടണമെന്നതാണ് ആഗ്രഹമെന്നറിയാവുന്ന സിനോമിയ അവളുടെ ആഗ്രഹത്തെ പറ്റി പറയുന്നു. കുട്ടിക്കാലത്ത് കാര്യമായി തന്നെ തന്റെ ആഗ്രഹം എന്താണ്, വലുതാവുമ്പോൾ ആരാകണം എന്നതെല്ലാം ഒരു പേപ്പറിൽ എഴുതി കുപ്പി
ഭൂമിയിലാക്കി മണ്ണിനടിയിൽ കുഴിച്ചിട്ടതാണ്. പക്ഷേ ദേ ഇപ്പൊ വർഷങ്ങൾക്കിപ്പുറം എന്താണ് എഴുതിയതെന്ന് തനിക്ക് യാതൊരു ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അവള് ചിരിക്കുമ്പോൾ എങ്കിൽ അത് പോയി എടുത്ത് നോക്കിയാൽ പോരെ എന്ന് ടക്കേഷി ചോദിക്കുന്നു. അത് കഴിയില്ല, കാരണം ഞാൻ കുഴിച്ചിട്ടെടുത്ത് ഇപ്പൊ ദേ വലിയ വലിയ കെട്ടിടങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മൾ പറയാണ്. ആ മറുപടി ടക്കേഷിയും ചിരിപ്പിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷത്തിൽ മിണ്ടിയും പറഞ്ഞും ഇരിക്കുമ്പോഴാണ് സിനോമിയ ആ ഒരു കാര്യം പറയുന്നത്. അടുത്ത ദിവസം തൊട്ട് തങ്ങൾ കാണാൻ പോകുന്നില്ല എന്ന കാര്യം. ഇവൾ ആദ്യം തമാശ പറയുകയാണെന്നാണ് ടക്കേഷി ചിന്തിക്കുന്നത്. പക്ഷേ അവള് സീരിയസ് ആയാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ സാധിക്കും മുന്നേ ടൈം വീണ്ടും നോർമൽ ആകുന്നു. രണ്ടുപേരും സെപ്പറേറ്റഡ് ആകുന്നു. അടുത്ത ദിവസം ടൈം ഫ്രീസ് ആകുമ്പോൾ അവൾ പറഞ്ഞതിന്റെ പൊരുൾ അറിയാനായി വളരെ ആകാംക്ഷയിൽ അവളെ കാണാനായി പാർക്കിൽ ടക്കേഷി ചെല്ലുന്നുണ്ടെങ്കിലും സിനോമിയ അവിടെ ഉണ്ടായിരുന്നില്ല. ടക്കേഷി സിനോമിയയുടെ സ്കൂളിലേക്ക് ചെല്ലുന്നു. ടൈം നോർമൽ ആയ ശേഷം സിനോമിയെ പറ്റി അവിടെ ഒരു കുട്ടിയോട് അന്വേഷിക്കുമ്പോൾ അവള് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന കാര്യം അവൻ അറിയുന്നു. അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സിനോമിയയ്ക്ക് കരൾ സംബന്ധമായ അസുഖമാണെന്ന് ടക്കേഷി മനസ്സിലാക്കുന്നു. അവൻ അവളോട് സംസാരിക്കുമ്പോഴാണ് ആ നാട്ടിൽ കരൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായി ബന്ധുക്കൾക്ക് മാത്രമേ ഡോണർ ആകാൻ സാധിക്കൂ എന്ന കാര്യം ടക്കേഷി അറിയുന്നത്. ഇനി 6 മാസമേ തനിക്ക് ആയുസ് കാണൂ. ഇതുവരെ തന്റെ ബന്ധത്തിലുള്ള ആരുടെയും കരള് തനിക്ക് മാച്ച് ആവുന്ന രീതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തനിക്കിനി അധികം നാൾ ആയുസില്ല. 6 മാസം കഴിയുമ്പോൾ തന്റെ എക്സ്പയറി ഡേറ്റ് വന്ന് താൻ അങ്ങ് പോകും. അതുകൊണ്ട് ഇനി നമ്മൾ കാണണ്ടെന്ന് സിനോമിയ പറയുമ്പോൾ ടക്കേഷിക്ക് ആകെപ്പാടെ സങ്കടം വരുന്നു. രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായതുകൊണ്ട് ഞാൻ കരള് തരട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് വേണ്ട എന്ന് പറയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് അവൻ ഈ ഒരു അസുഖത്തെ പറ്റി കൂടുതലായി നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ഈ അസുഖമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമായിരുന്നു താൻ സിനോമിയയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതെന്ന് അവൻ തിരിച്ചറിയുന്നത്. ഒരുപക്ഷെ ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം അവൾ ആദ്യം ഇവൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ കഴിക്കാൻ മടിച്ചത്. ഇവൻ നിർബന്ധിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ കഴിച്ചതും. അങ്ങനെ ടക്കേഷി ഉടനെ സിനോമിയയുടെ ഡോക്ടറിനെ കാണാനായി പോകുന്നു. അസമയാണ് സിനോമിയയുടെ ഡോക്ടർ. ഡോക്ടറിനെ കണ്ട് എങ്ങനെയും അവളെ രക്ഷിക്കണമെന്ന് ടക്കേഷി ആവശ്യപ്പെടുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവുന്നത്. സിനോമിയയ്ക്കും ടക്കേഷിക്കും ടൈം ഫ്രീസ് ആവാത്തത് പോലെ തന്നെയാണ് ഡോക്ടറിനും ഭാര്യയ്ക്കും ടൈം ഫ്രീസ് ആകുന്നില്ല. ഡോക്ടറിന്റെ വൈഫിനും കരൾ സംബന്ധമായ അസുഖമാണ്. പക്ഷെ ഡോക്ടറിന്റെ വൈഫിന് ഡോണർ സെറ്റ് ആയിട്ടുണ്ട്. സിനോമിയയ്ക്ക് ഇതുവരെ ഡോണറിനെ സെറ്റ് ആയിട്ടില്ല. ടക്കേഷി ഡൊണേറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിലും അവൻ ഇവളുടെ റിലേറ്റീവ് ഒന്നും അല്ലാത്തത് കൊണ്ട് ഡൊണേഷൻ നടക്കില്ല. സിനോമിയെ ടക്കേഷി വിവാഹം കഴിച്ചാൽ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ വിവാഹം കഴിക്കാൻ ലീഗലി അലൗഡ് ആയിട്ടുള്ള ഏജിലേക്ക് ടക്കേഷി എത്തിയിട്ടില്ല. അതിന് ഇനിയും 1 വർഷമുണ്ട്. എന്ത് ചെയ്യുമെന്ന് ഇവർ ആകെപ്പാടെ ആലോചിക്കുന്നു. ഡോക്ടറും ടക്കേഷിയും ഇപ്പോൾ ഏകദേശം ഒരേ സിറ്റുവേഷനിലാണ്. ഡോക്ടറിന്റെ ഭാര്യയും ടക്കേഷിയുടെ ലവറും കരൾ സംബന്ധമായ അസുഖമുള്ളവരാണ്. രണ്ടുപേരും മരണത്തിന്റെ വക്കത്തെത്തി നിൽക്കുന്നവരും. ഇവർക്കാണെങ്കിൽ അവരെ പിരിഞ്ഞു നിൽക്കുന്ന കാര്യം ചിന്തിക്കാനേ വയ്യാത്ത പോലെ അവരെ അത്ര ഇഷ്ടമാണ്. അങ്ങനെ അടുത്ത ദിവസം ടക്കേഷി സിനോമിയയുടെ ഡ്രോയിങ് ബുക്ക് നോക്കുന്ന സമയത്താണ് അതിൽ ഇവർ കറങ്ങി നടന്ന സ്ഥലത്തെ ഓരോ മെമ്മറീസ് വരച്ചു വെച്ചിരിക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നത്. സിനോമിയയുടെ സിമിലർ ആയിട്ടുള്ള അസുഖമായിരുന്നു ടക്കേഷിയുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. ടക്കേഷി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അമ്മ ഡോക്ടർ പറഞ്ഞതിനേക്കാൾ എത്ര നാളും കൂടി ജീവിച്ചിരുന്നു എന്ന കാര്യം തിരക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് ഞാൻ ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ നോക്കാതെ ഞാൻ അവളുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്നതാണ് അവളെ ഏറെ വിഷമിപ്പിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു പ്രോജക്റ്റിന്റെ പുറകെ ഞാൻ പോയ സമയത്താണ് അവൾ മരണമടഞ്ഞത്. പക്ഷെ ഡോക്ടർ പറഞ്ഞതിനേക്കാളും ഒരാഴ്ചയോളം അവൾ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറയുന്നു. പക്ഷെ എനിക്ക് അവളുടെ ആഗ്രഹം പോലെ ആ പ്രോജക്റ്റ് ചെയ്തു തീർക്കാൻ സാധിച്ചു. അവളുടെ ആത്മാവിനെ അതേറെ സന്തോഷിപ്പിക്കുമെന്ന് എനിക്കറിയാമെന്ന് ടക്കേഷിയുടെ അച്ഛൻ പറയുമ്പോഴാണ് ടക്കേഷിക്ക് ഒരു കാര്യം തോന്നുന്നത്. ടക്കേഷി സിനോമിയ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അവള് പണ്ട് ആഗ്രഹം എഴുതി കുഴിച്ചിട്ട ആ ഒരു സ്ഥലം ഏറെ പണിപ്പെട്ട് കണ്ടെത്തി ഒരുവിധം മണ്ണിനടിയിൽ അവൾ ആഗ്രഹം കുഴിച്ചിട്ട ആ ഒരു ബോക്സ് കണ്ടെത്തുന്നു. അതുമായി അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അതെല്ലാം അവളെ കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ ടക്കേഷിയുടെ കരൾ സിനോമിയയ്ക്ക് മാച്ച് ആണെന്ന് ലാബ് റിപ്പോർട്ടും കാണിക്കുന്നു. കൂടാതെ ആ സമയം അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. സിനോമിയ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. അങ്ങനെ പിന്നീട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സിനോമിയയുടെ ജീവൻ രക്ഷിക്കാനായി വിവാഹത്തിനായി ഇവർ ഒരുങ്ങുകയാണ്. അതിനായി ലീഗൽ പെർമിഷനും മേടിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയൊരു ചടങ്ങ്. ആ സമയത്ത് സിനോമിയയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി അവൾ ബോധം കെടുന്നു. അവൾ അപ്പോഴേക്കും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ ടക്കേഷിക്ക് കിട്ടുന്നു. അതിൽ അവൻ വായിക്കുന്നത് അവൾ അവനെ പറ്റി ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ എഴുതിയിരിക്കുന്നതാണ്. ഓപ്പറേഷൻ സക്സസ് ആയാലും ഇല്ലെങ്കിലും താൻ ഒരുപാട് സന്തോഷത്തിലാണെന്നും തന്റെ അവസാന നിമിഷങ്ങളിൽ സന്തോഷം നിറച്ചത് ടക്കേഷി ആണെന്നും എഴുതിയിരിക്കുന്നത് വായിച്ച് അവന്റെ കണ്ണുകൾ നിറയുന്നു. അന്ന് 12:05 ആകുന്നു. പക്ഷെ ടൈം സ്റ്റോപ്പ്
ഉറപ്പാകുന്നില്ല. എന്തുകൊണ്ട് ടൈം ഫ്രീസ് ആയില്ല എന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. ഇനി തങ്ങൾ പിരിയാൻ പോവുകയാണോ? ഈ ടൈം ഫ്രീസ് ആയതോടെയല്ലേ തങ്ങൾ കണ്ടുമുട്ടിയത്. ഇതിങ്ങനെ ആവാത്ത സ്ഥിതിക്ക് തങ്ങൾക്ക് ജീവിതത്തിൽ വേർപിരിയേണ്ടി വരുമോ എന്ന പേടി അവന്റെ ഉള്ളിലുണ്ടാകുന്നു. ആ പേടിയോടെ തന്നെയാണ് അവൻ ഓപ്പറേഷന് വിധേയനാകുന്നത്. പക്ഷേ ഓപ്പറേഷന് ശേഷം ടക്കേഷിയും സിനോമിയും വളരെ ഹെൽത്തിയായി തന്നെയുണ്ട്. അവളുടെ അസുഖം ഇപ്പോൾ ഭേദമായി വരുന്നു. അങ്ങനെ വളരെ ഹാപ്പിയായി ഹെൽത്തിയായി ഒന്നിച്ച് ടക്കേഷിയും സിനോമിയും ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. ഇവര് രണ്ടുപേരും കണ്ടുമുട്ടാൻ ടൈം ഫ്രീസ് ആകുന്നത് ഒരു നിമിത്തമായി മാറി എന്നതിനപ്പുറം ഈ കഥയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടൈം ഫ്രീസ് ആകുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിലെ കാരണം എന്നതിനെ പറ്റി ഒരു വ്യക്തതയും ലഭിച്ചിട്ടില്ല. ഓരോരുത്തരും ഒന്നു ചേരാൻ ഓരോരോ നിമിത്തങ്ങൾ എന്ന പോലെ ആകാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.